ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാതെ കേക്ക് ടിന്ന് യൂസ് ചെയ്യാതെ നമ്മൾ സോസ് പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ ഈ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് കേർഡിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പുളിയില്ലാത്ത മോരും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 തവണയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ എടുക്കുന്ന അതേ അളവ് തന്നെ എടുക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ കേക്കാണ് ആവശ്യമെങ്കിൽ ഞാൻ എടുക്കുന്ന അളവിൻ്റെ പകുതി നിങ്ങൾ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസും അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ എടുക്കണം. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്ക് ഹൈ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ. പിന്നെ ഒരു കാര്യം, കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം, തണുപ്പ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് സാധാ പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വലിയ തരികളുള്ള പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ നേരിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പൊടിച്ച പഞ്ചസാര എടുക്കുക. പൊടിച്ച പഞ്ചസാര എടുക്കുമ്പോൾ നിങ്ങൾ 1.5 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് എടുത്തത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇനി ഈ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു സ്പാച്ചുല വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചില ഭാഗം ബീറ്റ് ആവാതെ അങ്ങ് കെടുക്കും. ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ചിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കണം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് വേണം ഇതിലേക്ക് ചേർത്തെടുക്കാനായിട്ട്. മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ മുട്ട ചേർത്തതിന് ശേഷം രണ്ടാമത്തെ മുട്ട ചേർക്കുകയാണ്. അപ്പോൾ മുട്ട എടുക്കുമ്പോഴും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ചേർക്കരുത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്, എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം. ആ കാര്യമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ബട്ടറും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർക്കണം. നമ്മൾ നേരത്തെ നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ച പാലാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് റെഡ് ഫുഡ് കളർ ചേർക്കണം. നമ്മളിവിടെ റെഡ് വെൽവെറ്റ് കേക്കാണല്ലോ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് റെഡ് ഫുഡ് കളർ ചേർക്കണം. അപ്പോൾ ഈ ഫുഡ് കളർ എനിക്ക് ബാറ്ററിൽ മിക്സ് ചെയ്തപ്പോൾ ഒരു റെഡ് കളറായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ ഇത് ബേക്കായി വന്നപ്പോൾ ഒരു ഏകദേശം റെഡ് കളർ, ഒരു മെറൂൺ കളറൊക്കെ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാനിത് ബീറ്റർ വെച്ചിട്ട് 2-3 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ബട്ടർ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തീയിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. അതായത് താഴെ എന്തെങ്കിലും തട്ട് വെച്ച് കൊടുക്കുക, പഴയ സോസ് പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലുമിനിയത്തിൻ്റെ പാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിത് തുറന്ന് നോക്കരുത്. അഥവാ നിങ്ങൾക്ക് കേക്കിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങളിത് തുറന്ന് നോക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എനിക്കിത് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം 30 മിനിറ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു 35 ആകാം, അല്ലെങ്കിൽ 40 മിനിറ്റ് ആകാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ടൂത്ത് പിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഈ ചൂടൊക്കെ മാറുന്ന ആ ടൈം കൊണ്ട് നമ്മളിത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 150 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ക്രീം ചീസ് ഇല്ലാത്ത റെഡ് വെൽവെറ്റ് കേക്കും കിട്ടും, ഷോപ്പിലാണെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ ക്രീം ചീസാണ് ഇതിൻ്റെ ഒരു ഓതൻറ്റിക് വേ എന്ന് നമുക്ക് പറയാം. പിന്നെ ഞാൻ ക്രീം ചീസ് ഇല്ലാതെ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റർ ഇല്ലാതെയാണ് അതിൻ്റെ സ്പഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ക്രീം ചീസ് ഒരു 3-4 മിനിറ്റ് ഹൈ സ്പീഡിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഏതാ ബ്രാൻഡ് എന്നൊക്കെ ചോദിക്കും. വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഇവിടെ മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാറില്ല. പക്ഷേ നാട്ടിലാവുമ്പോൾ ഞാൻ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് അടിപൊളി വിപ്പിംഗ് ക്രീമാണ്. അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ വിവോ വിപ്പിംഗ് ക്രീം റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്റ്റിഫ് പീസായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് അസംബിൾ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കേക്ക് ബോർഡിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രീം വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കുക. ഞാനിവിടെ 2 ലെയറായിട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ കേക്ക് നന്നായിട്ട് നല്ല വലിപ്പമുണ്ട്, നല്ല വീതിയുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാനും എനിക്ക് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ 2 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറും ഇതുപോലെ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി സൈഡ് നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഞാനൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇത് ഓപ്ഷണലാണ്. സൈഡൊക്കെ ട്രിം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്, ഇതൊന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ക്രം കോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് കാണാൻ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഞാനൊരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഡിസൈനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ മുഴുവനായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ
ഫ്ലവറും അരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ ഈ നോസിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്